ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. മീഡിയ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, ലുമിക്സ് ക്ലബ്ബും സംയുക്തമായാണ് ആൻ ഓറിയന്റേഷൻ ഓൺ പ്രൊഫഷണൽ ജേർണലിസം ആൻഡ് എത്തിക്സ് ഇൻ മീഡിയ എന്ന വിഷയത്തിൽ ഓറിയന്റേഷൻ ക്ലാസ് നടത്തിയത്. 1ഉം 2ഉം വർഷ FYUGP ജേർണലിസം വിദ്യാർത്ഥികൾക്കാണ് ക്ലാസ് നടത്തിയത്. ഓഗസ്റ്റ് 20-ാം തീയതി രാവിലെ 10 മണി മുതൽ ഗീതാഞ്ജലി സെമിനാർ ഹാളിലായിരുന്നു പരിപാടി. മലയാള മനോരമ കണ്ണൂർ സീനിയർ സബ് എഡിറ്റർ സിജിത്ത് പയ്യന്നൂറായിരുന്നു റിസോഴ്സ് പേഴ്സൺ. ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ KV ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ഫാദർ സാമുവൽ പുതുപ്പാടി ചടങ്ങിന് അധ്യക്ഷനായിരുന്നു. പത്രവായനയിൽ വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ലോകത്തെപ്പറ്റിയുള്ള ധാരണകൾ വളർത്താൻ പത്രവായന ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ P. വിനോദ് കുമാർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 2ാം വർഷ BSc സൈക്കോളജി വിദ്യാർത്ഥിനി അർദ്ധന മുരളി നന്ദിയും പറഞ്ഞു. എൻ്റെ ഭാര്യ പഠിച്ചത് അനിയൻ ഇലക്ട്രോണിക്സ് പഠിച്ചത് അവളാണ് ക്ലാസ് ടോപ്പർ. ഒരു ദിവസം ഞങ്ങൾക്ക് നോട്ടൊന്നുമില്ല, നമ്മളെപ്പോലെ തന്നെ നമ്മൾ നോട്ടൊക്കെ വാങ്ങി ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് അങ്ങനെയാണ് നമ്മൾ പഠനം. ഒരു ദിവസം ഞാൻ ഇവിടെ ഇതേപോലെ ഫിസിക്സിൻ്റെ ഒരു സബ്ജക്റ്റ് നോട്ടൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ക്ലാസ്സിൽ പോകാൻ നോക്കുമ്പോൾ ഈ നോട്ട് കാണുന്നില്ല. എനിക്ക് ആ ടെൻഷൻ, നോട്ടൊക്കെ പോയി വേറെ വെക്കണം. കാരണം ഇവിടെ 1 വർഷം അല്ലെങ്കിൽ 6 മാസം കഷ്ടപ്പെട്ട് എഴുതിയ നോട്ട്, അത് കാണാതെ പ്രശ്നമല്ല. ഞാനിങ്ങനെ നോക്കിയിട്ട് അങ്ങനെ നോട്ട് ഇവിടെ പോയി, നോട്ട് കാണുന്നില്ല. ഞാൻ വേറെ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങി വന്ന നോട്ട് എന്ത് ചെയ്യാൻ തന്നോ, ചിലപ്പോൾ അനിയൻ ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ നോട്ടൊക്കെ വാങ്ങി ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് അങ്ങനെയാണ് നമ്മൾ പഠനം. ഒരു ദിവസം ഞാൻ ഇവിടെ ഇതേപോലെ ഫിസിക്സിൻ്റെ ഒരു സബ്ജക്റ്റ് നോട്ടൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ക്ലാസ്സിൽ പോകാൻ നോക്കുമ്പോൾ ഈ നോട്ട് കാണുന്നില്ല. എനിക്ക് ആ ടെൻഷൻ, നോട്ടൊക്കെ പോയി വേറെ വെക്കണം. കാരണം ഇവിടെ 1 വർഷം അല്ലെങ്കിൽ 6 മാസം കഷ്ടപ്പെട്ട് എഴുതിയ നോട്ട്, അത് കാണാതെ പ്രശ്നമല്ല. ഞാനിങ്ങനെ നോക്കിയിട്ട് അങ്ങനെ നോട്ട് ഇവിടെ പോയി, നോട്ട് കാണുന്നില്ല. ഞാൻ വേറെ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങി വന്ന നോട്ട് എന്ത് ചെയ്യാൻ തന്നോ, ചിലപ്പോൾ അനിയൻ ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. അല്ലെ എന്ത് ചെയ്യണം, ഞാൻ അത്ഭുതപ്പെട്ടു. എന്താ ഇങ്ങനെ ഈ ഒരു കാലഘട്ടം നിന്ന് മാറ്റം? അടുത്ത സ്ലൈഡ് കാഴ്ചപ്പാടുകളും അതിന്റെ വളർച്ചകളെ കുറിച്ചുള്ള ദർശനങ്ങളുമൊക്കെ അന്ന് ഈ ചായപ്പീടികളിൽ നിന്നും കുമ്മട്ടികളിൽ നിന്നുമൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. അത് സത്യത്തിൽ പലതരത്തിലുള്ള ധാർമ്മിക സംസ്കാരത്തെ രൂപപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പത്രത്തെ വേണ്ട രീതിയിൽ തന്നെ വിമർശനം നൽകി ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ അന്നത്തെ സാധാരണക്കാരായ ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും അതനുസരിച്ച് തന്നെയായിരുന്നു അതിൻ്റെ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പത്രവാർത്ത തയ്യാറാക്കുന്നവരൊക്കെ വാർത്തകൾ ക്രമീകരിച്ചിരുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ന് പത്രം വായിക്കുന്നവരുടെ എണ്ണം വളരെയേറെ കുറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലൊക്കെ ഇവിടെ എല്ലാ ദിവസവും ഒട്ടനവധി പത്രങ്ങൾ വരുന്നുണ്ട്. പലപ്പോഴും വൈകുന്നേരമാകുമ്പോൾ മടക്ക് നിവർത്താത്ത പത്രങ്ങൾ അതുപോലെ ഷെൽഫിൽ വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. എന്ത് ചെയ്യണം, ഞാൻ അത്ഭുതപ്പെട്ടു. എന്താ ഇങ്ങനെ ഈ ഒരു കാലഘട്ടം നിന്ന് മാറ്റം? നമ്മൾ നോട്ടൊക്കെ വാങ്ങി ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് അങ്ങനെയാണ് നമ്മൾ പഠനം. ഒരു ദിവസം ഞാൻ ഇവിടെ ഇതേപോലെ ഫിസിക്സിൻ്റെ ഒരു സബ്ജക്റ്റ് നോട്ടൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ക്ലാസ്സിൽ പോകാൻ നോക്കുമ്പോൾ ഈ നോട്ട് കാണുന്നില്ല. എനിക്ക് ആ ടെൻഷൻ, നോട്ടൊക്കെ പോയി വേറെ വെക്കണം. കാരണം ഇവിടെ 1 വർഷം അല്ലെങ്കിൽ 6 മാസം കഷ്ടപ്പെട്ട് എഴുതിയ നോട്ട്, അത് കാണാതെ പ്രശ്നമല്ല. ഞാനിങ്ങനെ നോക്കിയിട്ട് അങ്ങനെ നോട്ട് ഇവിടെ പോയി, നോട്ട് കാണുന്നില്ല. ഞാൻ വേറെ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങി വന്ന നോട്ട് എന്ത് ചെയ്യാൻ തന്നോ, ചിലപ്പോൾ അനിയൻ ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. അവളാണ് ക്ലാസ് ടോപ്പർ.
ഒരു ദിവസം ഞങ്ങൾക്ക് നോട്ടൊന്നുമില്ല, നിങ്ങളെപ്പോലെ തന്നെ നോട്ടം കാര്യം. എൻ്റെ ഭാര്യ പഠിച്ചത് എൻ്റെ അനിയൻ ഇലക്ട്രോണിക്സ് പഠിച്ചത്. കാഴ്ചപ്പാടുകളും അതിന്റെ വാർത്തകളെ കുറിച്ചുള്ള ദർശനങ്ങളുമൊക്കെ അന്ന് ഈ ചായപ്പീടികളിൽ നിന്നും കുമ്മിട്ടിയിൽ നിന്നുമൊക്കെ ഉടലെടുത്തിട്ടുണ്ട്. അത് സത്യത്തിൽ പലതരത്തിലുള്ള ധാർമ്മിക സംസ്കാരത്തെ രൂപപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പത്രത്തെ വേണ്ട രീതിയിൽ തന്നെ വിമർശനം നൽകി ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ അന്നത്തെ സാധാരണക്കാരായ ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും അതനുസരിച്ച് തന്നെയായിരുന്നു അതിൻ്റെ എഡിറ്റേഴ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പത്രവാർത്ത തയ്യാറാക്കുന്നവരൊക്കെ വാർത്തകൾ ക്രമീകരിച്ചിരുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ന് പത്രം വായിക്കുന്നവരുടെ എണ്ണം വളരെയേറെ കുറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലൊക്കെ ഇവിടെ എല്ലാ ദിവസവും ഒട്ടനവധി പത്രങ്ങൾ വരുന്നുണ്ട്. പലപ്പോഴും വൈകുന്നേരമാകുമ്പോൾ മടക്ക് നിവർത്താത്ത പത്രങ്ങൾ അതുപോലെ ഷെൽഫിൽ ഒരു സാഹചര്യമാണ് പലപ്പോഴുള്ളത്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.